വിജയകരമായൊരു ജീവിതം നയിക്കാൻ കൊതിക്കുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വിജയത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ എടുത്തു വെക്കുമ്പോൾ അവരറിയാത്ത കുരുക്കുകളിൽ അവരെ പെടുത്തി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാതെ കുരുക്കുകളിൽ അകപ്പെട്ട് കിടക്കുന്ന ധാരാളം പേരെ ഞാൻ എൻ്റെ ആത്മീയ യാത്രയിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരെല്ലാം ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ കുരുക്ക് ആരഴിച്ചു മാറ്റും? അതിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ ആത്മീക സന്ദേശം. 124 സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം, വേട്ടക്കാരുടെ കെണിയിൽ നിന്നും പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. ഒരു വേട്ടക്കാരൻ ഒരു പക്ഷിയെ കെണി വെച്ച് പിടിക്കുന്നത് പോലെ, ദൈവത്തിന് സ്തോത്രം, നിന്റെ മുന്നേറ്റത്തിനെതിരെ നീ അറിയാത്ത കെണി വെച്ച് ആ കെണിക്കകത്ത് നിന്നെ ഒതുക്കിക്കളയാൻ ശ്രമിക്കുന്ന ചില സംഘടിത ശക്തികളെയാണ് പരിശുദ്ധാത്മാവിന്റെ വചനത്തിലൂടെ നിന്നെ വരച്ചു കാണിക്കുന്നത്. അങ്ങനെ ഒരു കെണിക്കകത്ത് നീ ചെന്ന് കയറിയാൽ നീ വിടുവിക്കപ്പെടാൻ എത്ര ശ്രമം നടത്തിയാലും വിടുവിക്കപ്പെടണമെന്ന് ഇല്ല. എന്നാൽ ഇവിടെ വചനം നമ്മളോട് പറയുകയാണ്, അവര് വെച്ച കെണിയിൽ നിന്ന് നമ്മൾ വഴുതിപ്പോകും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആ കെണിക്ക് നിന്നെ പിടിച്ചു നിർത്താൻ കഴിയാത്ത, അതായത് ആ കെണിയിൽ നീ പെട്ടുപോകാതിരിക്കാൻ, അതിനകത്തുനിന്ന് നിന്നെ വഴുതി പുറത്തു കൊണ്ടുവരാൻ, സ്തോത്രം, ദൈവം സഹായിക്കുമെന്നാണ് ഇതിൻ്റെ സന്ദേശം. എന്നിട്ട് അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ചു കേട്ടെ, കെണി പൊട്ടി. ആദ്യം എഴുതി നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. സ്തോത്രം. കെണി പൊട്ടി. ഈ ദിവസങ്ങളിൽ ചിലരോട് കർത്താവ് സംസാരിക്കുക, ഒരിക്കലും പൊട്ടാത്ത കെണികൾ ഈ ദിവസങ്ങളിൽ പൊട്ടി നീ അതിനകത്തു നിന്ന് വഴുതിപ്പോരും. ഈ വചനത്തിൽ കൂടെയുള്ള ദൈവത്തിന്റെ സന്ദേശം, നീ വിജയിക്കരുതെന്ന് പറഞ്ഞു ആര് നിനക്ക് കെണി വെച്ചോ, നീ കെണിയിൽ അകപ്പെട്ടതിൽ ആര് സന്തോഷിക്കുന്നു, അവരുടെ മുമ്പിൽ വെച്ചു തന്നെ ആ കെണി പൊട്ടി. ആ കെണിക്കകത്തു നിന്ന് നീ വഴുതിപ്പോരും. അതിനർത്ഥം ഉടനെ തന്നെ നിനക്കൊരു ജയമുണ്ട്, ഒരു വിജയമുണ്ട്. ഇനി ആ കെണി നിന്നെ തകർക്കത്തില്ല. ആ കെണിയിൽ നീ ബന്ധിക്കപ്പെടത്തില്ല. ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാണൻ അതിനകത്തുനിന്ന് വഴുതിപ്പോരും. ആ കെണി പൊട്ടിച്ചോണ്ട് നീ വെളിവരും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ വിജയത്തിനെതിരെ ശത്രു കെണി വെക്കുമ്പോൾ ആ കെണി അങ്ങ് പൊട്ടിച്ച് ഞങ്ങളെ പുറത്തിറക്കാമെന്ന് ദൂത് തന്നല്ലോ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങളിൽ ആ കെണി പൊട്ടും, നീ വഴുതിപ്പോരും, നീ ജയിക്കും. ഗോഡ് ബ്ലസ് യു.